ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേര് മാംഗോ മസ്താനി എന്നാണ്. അപ്പോൾ മാംഗോ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. മാംഗോ മസ്താനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 നല്ല പഴുത്ത മാങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. ആ മുറിച്ചെടുത്തതിൽ നിന്ന് 1 കപ്പ് മാങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി മാങ്ങ മുറിച്ചത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ജ്യൂസ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയിലോട്ട് ഈ മാങ്ങ മുറിച്ചത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടാം. നല്ല മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി പഞ്ചസാര. ഇപ്പോൾ നല്ല പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പോളം ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ തിളപ്പിച്ച പാല് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് തൊട്ട് 1.25 കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ജ്യൂസ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. നല്ല വെള്ളം പോലെ ആവരുത്, കോരി എടുക്കുന്ന പാകത്തിന് കിട്ടണം. ഇനി ഇതിനകത്തേക്ക് 4 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വാനില ഐസ്ക്രീമിന് പകരം മാംഗോ ഐസ്ക്രീം ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 മാങ്ങയ്ക്ക് 1 സ്കൂപ്പ് എന്നുള്ള രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഐസ്ക്രീമും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാംഗോ മസ്താനിക്കുള്ള ബേസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാംഗോ മസ്താനി സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. ഇതേപോലത്തെ ഗ്ലാസ്സിൽ നമുക്ക് നേരത്തെ മുറിച്ച് വെച്ചേക്കുന്ന മാങ്ങ ഒരു 1/4 കപ്പ് നമുക്ക് ഒരു ഗ്ലാസ്സിൽ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ 1 ടേബിൾ സ്പൂണോളം കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പിസ്താഷ്യോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ നമ്മുടെ മാംഗോയുടെ ജ്യൂസ് നമ്മളാക്കി വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കയ്യിൽ വെച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ 3/4 ഭാഗത്തിന് ഒരു കുറച്ച് മേലെ ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. കാരണം നമ്മൾ ഇതിൻ്റെ മേലെ 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സ്ഥലം വെക്കണം. ഇതിൻ്റെ മേലെ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. വാനില ഐസ്ക്രീമിൻ്റെ മേലെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൂട്ടി ഫ്രൂട്ടി വെച്ചിട്ടും പിന്നെ പിസ്താഷ്യോ വെച്ചിട്ടും ഒന്ന് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചെറി കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാംഗോ മസ്താനി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ വേറൊരു മെത്തേഡും കൂടെ കാണിച്ചു തരാം മാംഗോ മസ്താനി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഗ്ലാസ്സിൽ നമ്മൾ ആദ്യം 1/4 കപ്പ് മാങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെ നേരത്തെ പോലെ തന്നെ കശുവണ്ടി പരിപ്പും പിസ്താഷ്യവും പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് നല്ല തണുത്ത പാലിൽ കുറച്ച് മധുരം ഇട്ടത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒരു 2-3 ടേബിൾ സ്പൂണ്. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ മാംഗോ ജ്യൂസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്കിയെല്ലാം സെയിം തന്നെ. പിന്നെ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം. പിന്നെ അത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. പിസ്താഷ്യോയും ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ മസ്താനി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 2 വിധത്തിലാണ് ഇപ്പോൾ ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇന്നത്തെ റെസിപ്പിയുടെ കണക്ക് വെച്ചിട്ട് 4 ഇതേപോലത്തെ ഗ്ലാസ്സിലെ മാംഗോ മസ്താനി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ 4 ഗ്ലാസ്സിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.